കോൺഗ്രസ് ഇപ്പോൾ RSSൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ ഇതാ സൽമാൻ ഖുർഷിദും RSSനെ വാഴ്ത്തപ്പെടുകയാണ്. ആയിരത്തി 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ 17 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി നരസിംഹ റാവു മൗനം പാലിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളവരും ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ധരിക്കുന്നത്. അതേ മൗനവും വിധേയത്വവുമാണ് കോൺഗ്രസ് ഇന്നും തുടരുന്നത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ദേശീയ തലത്തിൽ വാഴ്ത്തപ്പെടലാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് BJP സഖ്യത്തിൻ്റെ പ്രായോഗിക പരീക്ഷണമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. കണക്കുകൾ കള്ളം പറയില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നൂലുവള്ളി വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് വെറും 44. കൊരേച്ചാൽ വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 58. മുരിക്കുന്നുങ്കൽ വാർഡിൽ UDF ജയിച്ചപ്പോൾ BJP വാങ്ങിയത് വെറും 68 വോട്ട്. ഇത് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം വല്ല എന്നുള്ളതാണ്. പച്ചയായ വോട്ട് കച്ചവടമാണ് നടത്തുന്നത്. LDFനെ തോൽപ്പിക്കാൻ ആരുമായും വോട്ട് പങ്കിടുവാൻ കോൺഗ്രസിന് മടിയില്ല. എന്നിട്ടും 10 സീറ്റ് നേടി LDF തന്നെ അവിടെ വലിയ ഒറ്റ കക്ഷിയായി എന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിന് ഏറ്റ തിരിച്ചടിയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേപ്പിൻ്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബൂത്ത് പ്രവർത്തനം മന്ദീഭവിക്കുവാൻ DCC നേതൃത്വത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിൽ BJP ജയിച്ചതും വോട്ട് വിഹിതം കൂടിയതും കോൺഗ്രസിൻ്റെ ഈ അടപടലം വോട്ട് മറിക്കൽ കൊണ്ടാണ്. എന്നിട്ടും BJPയുമായി അധികാരം പങ്കിടുന്ന അംഗങ്ങളെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. 35 MLAമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്ന് BJP പറയുന്നത് ഈ കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാമെന്ന ധൈര്യം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് VK പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആവശ്യപ്പെടുമ്പോൾ അതിന് കുടപിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ K മുരളീധരനും ശബരിനാഥുമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഏജന്റാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് RSS കോൺഗ്രസ് അജണ്ടയാണ്. അത് മുരളീധരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ഏജൻ്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരൻ്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയൻ്റെ വിജയൻ സഹാബിൻ്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. അപ്പം മുരളീധരൻ്റെ കുടുംബത്തിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ BJPയിൽ പോയിട്ട്. ഇപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരൻ്റെ കുടുംബമാണ്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അതിൽ വലിച്ചടയ്ക്കുന്നത് ഖേദകരമാണ്. പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി. PM ശ്രീ ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് ഇനിയും നടപ്പിലാക്കും. അത് കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്. അതുപോലെ തന്നെ NEP നടപ്പിലാക്കില്ല എന്ന് ഉള്ള നിലപാട് അങ്ങനെ തന്നെയാണ് നിലപാട്. അത് ഈ പാഠപുസ്തകം അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചുള്ള സമീപനമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് NEP നടപ്പിലാക്കണമെന്നും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിൽ അവർ പറയുന്ന പാഠഭാഗങ്ങളും പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിരവധി പ്രാവശ്യമാണ്
ഇവിടെ SCERT ഡയറക്ടർക്ക് കത്ത് വന്നിട്ടുള്ളത്. SCERT ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഞങ്ങളത് നിഷേധിക്കപ്പെട്ടിട്ട് കേരളത്തിൻ്റേതായ പാഠപുസ്തകമാണ് ഇതിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.